ഹരേ കൃഷ്ണ. എൻ്റെ കൃഷ്ണതീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഹയഗ്രീവമൂർത്തിയും ലളിത സഹസ്രനാമത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. ഹയഗ്രീവമൂർത്തിയുടെ കഥയും ലളിത സഹസ്രനാമം. അതായത് ഒരിക്കൽ കാഞ്ചീപുരത്ത് അഗസ്ത്യമുനി കഠിനമായി തപസ് ചെയ്ത് ഹയഗ്രീവൻ എന്ന മൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്തും. അങ്ങനെ ഹയഗ്രീവമൂർത്തി ചോദിക്കും, അഗസ്ത്യമുനിക്ക് എന്താ വേണ്ടത്? അപ്പോൾ അഗസ്ത്യമുനി പറയും, സംസാര നിപുണരായിരിക്കുന്ന ജനങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഉപദേശിച്ച് കൊടുക്കണം. അങ്ങനെ ഹയഗ്രീവമൂർത്തി പറയും, ഞാൻ ലളിത പരമേശ്വരി, അത് കാഞ്ചീപുരത്തുള്ള ലളിത പരമേശ്വരിയുടെ ആ സഹസ്രനാമത്തെക്കുറിച്ച് അഗസ്ത്യമുനിക്ക് പറഞ്ഞുതരാന്ന്. അങ്ങനെ അഗസ്ത്യമുനി ഇത് കേട്ട് വ്യാസനെ ഉപദേശിച്ച് കൊടുക്കുകയും അങ്ങനെ ലളിത സഹസ്രനാമം രചിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഹയഗ്രീവമൂർത്തിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയും. എന്തുകൊണ്ടാണ് ഹയഗ്രീവമൂർത്തി കുതിരയുടെ തല വന്നത്? ഒരു കഥ ഞാൻ പറയാം. അപ്പം ദേവലോകത്ത് അസുരന്മാരാൽ യുദ്ധം ചെയ്ത് മഹാവിഷ്ണു ഒന്ന് ക്ഷീണമകറ്റാൻ വേണ്ടി ഒന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഈ വില്ല് കയ്യിലിരിക്കുന്ന ആ വില്ലിൻ്റെ ഒരറ്റം താഴത്തും വെച്ച് മറ്റേ അറ്റം തൻ്റെ ചെവിയോട് ചേർന്ന് കഴുത്തിൽ കൂടെ വെച്ചിട്ടാണ് മഹാവിഷ്ണു ഉറങ്ങുന്നത്. അപ്പോൾ ദേവലോകത്ത് യാഗം തുടങ്ങുമ്പോൾ ബ്രഹ്മാവും ശിവനുമൊക്കെ ചോദിക്കുകയാണ്, മഹാവിഷ്ണുവിനെ കാണാൻ മഹാവിഷ്ണു എത്തിയിട്ടില്ല, എന്തുകൊണ്ട് മഹാവിഷ്ണുവിനെ കാണുന്നില്ല? അങ്ങനെ ഇവരെ തിരക്കി ചെല്ലുമ്പോഴത്തേക്കും മഹാവിഷ്ണു ഒരു സ്ഥലത്തിരുന്ന് ഒരു വൃക്ഷച്ചുവട്ടിലിരുന്ന് മഹാവിഷ്ണു ഒന്ന് മയങ്ങുകയാണ്. അപ്പോൾ പരമശിവൻ പറയും, മഹാവിഷ്ണുവിൻ്റെ നിദ്രയെ ഭംഗം വരുത്തണ്ട, നമ്മൾക്ക് പോകാൻ പറയും. എന്നാലും ബ്രഹ്മാവിനൊരു സംശയം, ബ്രഹ്മാവിന് വിഷമം, മഹാവിഷ്ണു ഇല്ലാതെ എന്ത് യാഗം? അങ്ങനെ പരമശിവൻ പറയും, കുറേ ചിതൽ പുറ്റുകൾ നമ്മൾ കഴിക്കാം, അപ്പോൾ അതിൻ്റെ ഞാണിന്മേൽ ചെല്ലുമ്പോൾ മഹാവിഷ്ണു എന്തായാലും ഉണരും. അങ്ങനെ പരമശിവൻ്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവ് കുറേ ചിതലിനെ അയക്കും. ഈ ചിതലുകൾ ചെന്ന് മഹാവിഷ്ണുവിൻ്റെ വില്ലിൻ്റെ ഞാൺ പൊട്ടിക്കും. ഞാൺ പൊട്ടിക്കുമ്പോൾ എന്താ, ഈ ഞാണ് കൊണ്ട് ഉയർന്ന് മഹാവിഷ്ണുവിൻ്റെ തല എങ്ങ് ഛേദിക്കും, കഴുത്തിലോട് ചേർത്ത് വെച്ചിരിക്കില്ല. ഇത് കണ്ട ബ്രഹ്മാവും ശിവനും ആകെ വിഷമിച്ചു പോകും. അവരുടനെ ദേവിയെ ദേവിയെ വിളിക്കും. ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, ഓടിച്ചെന്ന് വിശ്വകർമാവിനോട് പറയും ഒരു കുതിരയുടെ തല കൊണ്ടുവരാൻ. അങ്ങനെ വിശ്വകർമാവ് ഒരു കുതിരയുടെ തല കൊണ്ടുവരികയും അത് ഭഗവാന്റെ കബന്ധത്തിൽ ചേർക്കുകയും ചെയ്യും. അങ്ങനെ ചേർത്തതിന് ശേഷം അപ്പോഴത്തേക്കാണ് അത് ഹയഗ്രീവമൂർത്തിയായിട്ട് ഇവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അപ്പോൾ ബ്രഹ്മാവിനും ശിവനും ഒക്കെ സന്തോഷമാവുകയും ചെയ്തു. അപ്പോൾ ഇതിനിടയ്ക്ക് അവിടെ ഒരു ഹയഗ്രീവൻ എന്ന് പറഞ്ഞൊരു